ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല പോഷകാംശ ഗുണമുള്ളതും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഒരു വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പി ഉണ്ടാക്കാം. അതുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടപ്പേ വെച്ച് കൊടുത്ത് അതിൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 20 അല്ലി വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം ഇതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. കറിയൊന്നും ഇല്ലെങ്കിലും വളരെ സ്വാദുള്ളതാണ്. അച്ചാറോ തൈരോ ഉണ്ടെങ്കിൽ അത് കൂട്ടി നമുക്ക് കഴിക്കാം. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇനി നമുക്ക് അതിലേക്ക് കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിരുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴന്നതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 സവാളയാണ് അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 3 തക്കാളിക്ക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു അടപ്പ് വെച്ച് അടച്ച് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അതൊന്ന് വെന്തതിന് ശേഷം നമുക്ക് അടപ്പ് തുറന്ന് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വെന്ത് പറ്റണം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിനകത്ത് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഗ്രീൻ പീസ് വേവിച്ചത് ഇതെല്ലാം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വെറൈറ്റി വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. വീഡിയോ കണ്ടതിന് താങ്ക് യു.